സുറുമി രചന അവന്തിക അവതരണം സെൽസാമുസ്തു. തൻ്റെ കണ്ണുകളിലെ കുറ്റു നോക്കിക്കൊണ്ട് നടന്നു വരുന്ന ആളെ കണ്ടപ്പോൾ സുറുമി അയാളുടെ മുഖത്തു നിന്നും ദൃഷ്ടി മാറ്റി ഒന്നും അറിയാത്ത മട്ടിലിരുന്നു. അയാൾ ടേബിളിൻ്റെ അടുത്തെത്തിയപ്പോൾ മഷൂച്ച എന്ന് വിളിച്ചുകൊണ്ട് ഹന എഴുന്നേറ്റു. അപ്രതീക്ഷിതമായി മഷൂദിനെ കണ്ട സന്തോഷം ആ വിളിയിലുണ്ടായിരുന്നു. ഇതേതാ പുതിയ അവതാരം ഓർത്തുകൊണ്ട് ആമിയും ഇവളും ഇങ്ങനെ ഒരു കസിനെ കുറിച്ച് പറഞ്ഞു കേട്ടിട്ടില്ലെന്ന് ആലോചിച്ച് സുറുമിയും എഴുന്നേറ്റു. മഷൂച്ചെന്താ ഇവിടെ? ആരെ കൂടെ? ഫ്രണ്ട്സ് ഉണ്ടോ? അല്ലല്ല, സഫയുണ്ട്. അവളെയും കൊണ്ട് ചുമ്മാ ഇറങ്ങിയതാ. അപ്പം കെട്ടിയതാണല്ലേ? പിന്നെന്തിനാ ഇയാൾ എന്നെ കണ്ട് വിളിച്ചോണ്ട് വന്നത്? അന്ന് ഇടിച്ചപ്പോൾ ഇയാൾ ഈ ചിരിയായിരുന്നല്ലോ. ഇയാളുടെ ചിരി ശരിയല്ല. പെൺപിള്ളേരെ എവിടെ കണ്ടാലും വിളിച്ചോണ്ട് വന്നോളൂ. സുറുമി ഉള്ളാലോ ഒന്ന് മുറുമുറുത്ത്. എന്നിട്ട് എവിടെ സഫ? ഞാനന്ന് ജസ്റ്റ് കണ്ടു, പരിചയപ്പെടാനൊന്നും പറ്റിയില്ല. ഹന ചുറ്റുഭാഗം നോക്കിക്കൊണ്ടാണ് പറയുന്നത്. ഇവൾക്ക് ഇത് എന്തിൻ്റെ സുഖം? കൊണ്ടോമാരുടെ ഭാര്യമാരെ വിളിച്ച് പരിചയപ്പെടണോ? സുറുമിക്ക് ദേഷ്യം വരുന്നുണ്ടായിരുന്നു. മഷൂദ് സഫയെ വിളിച്ചുകൊണ്ട് വന്നപ്പോഴും സുറുമിയുടെ കണ്ണുകൾ അവളെ കാണാൻ മടിച്ചു തന്നെ നിന്നു. മഷൂദ് സംസാരിക്കുന്നത് ഹനയോടാണെങ്കിലും അനുസരണയില്ലാത്ത നോട്ടം എവിടെയോ അലസമായി നോക്കിക്കൊണ്ടിരിക്കുന്ന സുറുമയിൽ വീണുകൊണ്ടിരുന്നു. അകലമുണ്ടായതും വലതുഭാഗം കാണുന്ന രീതിയിൽ അവൾ നിൽക്കുന്നത് കൊണ്ടും മഷൂദ് അന്ന് അവളുടെ മറുകും കാക്കാപ്പുള്ളിയും കാണാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അതൊരു ദില്ല നിരാശ ഉണ്ടാക്കുന്നത് അവൻ അറിഞ്ഞു. മഷിച്ച, ഇത് അഭിരാമി, ഞങ്ങൾ ആമിന്ന് വിളിക്കും. ഇതാണ് നക്കാക്ക പറഞ്ഞ മുതല് സുറുമി. ദിവസങ്ങളായി ഉറങ്ങാൻ കിടക്കുമ്പോഴും രാവിലെ ഉറക്കമുണരുമ്പോഴും മനസ്സിലേക്ക് ഓടി വരുന്ന കണ്ണുകളുടെ ഉടമ. പേര് പോലും അറിയാതെ മനസ്സിന്റെ കോണിൽ എവിടെയോ കൂടുകൂട്ടിയവൾ സുറുമി. മഷൂദിനുള്ളും സന്തോഷം കൊണ്ട് തുള്ളിച്ചാടുമ്പോൾ അതൊരിറ്റുപോലും മുഖത്തേക്ക് വരാതെ അവൻ ആമിക്കും സുറുമിക്കും ഒരിളം പുഞ്ചിരി കൊടുത്തു. സുറുമിക്ക് അവൻ്റെ മുഖത്തേക്ക് നോക്കാൻ ചമ്മൽ തോന്നിയെങ്കിലും അവളും പണിപ്പെട്ട് തിരിച്ചൊരു പുഞ്ചിരി സമ്മാനിച്ചു. ഇത് മഷൂദ്, ഇക്കാക്കയുടെ ഫ്രണ്ടാണ്. ഇതവരുടെ സിസ്റ്റർ സഫ. ഹന തന്നെ തിരിച്ച് പരിചയപ്പെടുത്തി കൊടുത്തു. എന്തോ അത്ഭുതം കേട്ട പോലെ സുറുമി മഷൂദിനെയും സഫയെയും മാറി മാറി നോക്കി. എന്തെന്നറിയാതൊരു സന്തോഷം വന്ന് മൂടുന്നത് അവൾ അറിഞ്ഞു. അതിരങ്ങളിൽ വിരിഞ്ഞ ചിരി വിദഗ്ധമായി അവൾ ഒളിപ്പിച്ചു. മഷൂദ് സഫയെ പരിചയപ്പെടുത്തി എല്ലാവരും +2 കഴിഞ്ഞ് കാത്തിരിക്കുന്നുള്ളത് കൊണ്ടും അവരുടെ സംസാരം ആ വഴിക്ക് നീണ്ടു. മഷൂദിനെ സഫയും അവിടെ പിടിച്ചിരുത്തിയതും ഹനയുടെ നിർബന്ധം തന്നെയായിരുന്നു. ഹന സഫയെ ആമിക്കരികിൽ ഇരുത്തിയപ്പം സുറുമി എഴുന്നേറ്റ് സഫക്കരികിൽ വന്നിരുന്നു. അങ്ങനെ ഒരു വശത്ത് അവർ 4 പേരും മറുവശത്ത് ടേബിളിൽ ഓരോരും ചേർന്ന് മഷൂദ് ഇരുന്നു. വെറും ജ്യൂസിൽ ഒതുക്കേണ്ടുള്ള മഷൂദിൻ്റെ നിർബന്ധം കൊണ്ട് അവർ വേറെയും സ്നാക്സുകൾ ഓർഡർ ചെയ്തു. വെറുതെ ഇറങ്ങിയതാണെന്നുള്ള മഷൂദിൻ്റെ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞതും ഹനയായിരുന്നു. ഷെറിനും നിയാസും വൈകിട്ട് വരാമെന്ന് പറഞ്ഞ് പോയതാണെന്ന് 3 ദിവസമായി ടൂറിലാണെന്ന് മഷൂദ് പറഞ്ഞപ്പോൾ എല്ലാവരും ചിരിച്ചു. ഷെറിനും നിയാസും? സഫക്ക് കേൾക്കാൻ പാകത്തിൽ സുറുമി ചോദിച്ചപ്പോൾ ഇത്താത്തയും ഹസ്ബൻഡും ആണെന്ന് നിക്കാഹ് കഴിഞ്ഞൊരു മാസം ആകാനേ ഉള്ളൂന്നും സഫ മറുപടി പറഞ്ഞു. ഹനയും ആമിയും പരസ്പരം സംസാരം തുടങ്ങിയപ്പോൾ സഫയും സുറുമിയും ചെറിയ ചോദ്യങ്ങളിലും ഉത്തരങ്ങളിലും പരിചയപ്പെട്ടു. സുറുമി 1-2 വാക്കുകളിൽ എന്തെങ്കിലും ചോദിക്കും. സഫ അതുപോലെ ചുരുങ്ങിയ വാക്കുകളിൽ ഉത്തരം കൊടുക്കും. തിരിച്ച സഫ 1-2 വാക്കുകൾ ചോദ്യം ചോദിക്കുമ്പോൾ സുറുമിയും ചുരുക്കത്തിൽ ഉത്തരം പറയും. 2 പേരുടെ സംസാരം പതുക്കെ ആയതുകൊണ്ട് അവർ സംസാരിക്കുന്നത് എന്താണെന്ന് ഒരു ധാരണയും മഷൂദിനില്ലായിരുന്നു. അവളെ നോക്കരുതെന്ന് ബുദ്ധി പറയുന്നുണ്ടെങ്കിലും കണ്ണുകൾ അനുസരണയില്ലാതെ ആ മുഖം മുഴുവൻ ഓടി നടന്നു. നീലക്കളർ തട്ടമാണ്. നെറ്റിയുടെ പകുതി മുതൽ താടി വരെ കാണുന്നുള്ളൂ. ബാക്കിയെല്ലാം തട്ടം കൊണ്ട് പൊതിഞ്ഞു വെച്ചിരിക്കുന്നു. ആ മുഖത്തിന് വല്ലാത്തൊരു ഭംഗി തോന്നി അവൻക്ക്. സ്വയം ശ്വാസിച്ചുകൊണ്ട് നോട്ടം മാറ്റിയാലും അത് പിന്നെയും അനുസരണയില്ലാതെ കുട്ടിയെപ്പോലെയായി. താഴേക്ക് നോക്കിക്കൊണ്ട് സഫ സുറുമിയോട് എന്തോ ചോദിക്കുന്നതും സുറുമി തലയാട്ടി ഉത്തരം നൽകുന്നതും മഷൂദ് കണ്ടു. അവരുടെ പകുതി ഭാഗം ടേബിളിൽ കൊണ്ട് മറഞ്ഞതിനാൽ എന്തിനെക്കുറിച്ചാണ് സഫ ചോദിക്കുന്നതെന്ന് അവനക്കൊരു പിടുത്തവും കിട്ടിയില്ല. വീണ്ടും ഉണ്ടക്കണ്ണുരട്ടി സഫ നോക്കുന്നത് കണ്ടപ്പോൾ അതെന്താണെന്നറിയാനുള്ള ആകാംക്ഷ കൊണ്ട് കണ്ണുവെച്ച് ചെറിയൊരു ശ്രമം നടത്തി മഷൂദ്. അതും വില പോയില്ല. നിരാശയോടെ ഇരിക്കുമ്പോഴാണ് ഓർഡർ ചെയ്ത ജ്യൂസ് വന്നത്. ടേബിളിൽ വെച്ച് ജ്യൂസിൻ്റെ സ്ട്രോ പിടിക്കാനായി സുറുമി കൈ ഉയർത്തിയപ്പോൾ മഷൂദ് കണ്ടു വെളുത്ത കൈയിൻ്റെ പുറംഭാഗത്ത് നീണ്ട ഭംഗിയുള്ള വിരലുകൾ ഇട്ടിരിക്കുന്ന മഞ്ചാടി ചുവപ്പുള്ള മൈലാഞ്ചി. അപ്പം ഇതിനാണ് അവൾ കണ്ണുരുട്ടി തിരിച്ചു മറിച്ച് നോക്കിയിരുന്നത്. മഷൂദ് അവളുടെ കയ്യിലേക്ക് തന്നെ നോക്കി നിന്നു. ഇതിനിപ്പോൾ അത്ഭുതപ്പെടാൻ എന്തിരിക്കുന്നു? അതും ചിന്തിച്ചുകൊണ്ട് നോക്കിയപ്പം അതൊരു പ്രത്യേക രീതിയിൽ വരച്ച മെഹന്തിയാണെന്ന് അവനക്ക് മനസ്സിലായി. നല്ല ചുവന്ന ഭംഗിയുള്ള ഡിസൈൻ. അതിൻ്റെ ഉള്ളിൽ ഓറഞ്ച് ഷെയ്ഡ് കൊടുത്തിരിക്കുന്നു. വലത് കൈയിൻ്റെ തള്ളവിരൽ മുതൽ ചൂണ്ടവിരൽ വരെ യു ഷേപ്പിലാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. വളരെ ഭംഗിയുള്ള വൃത്തിയിലും ചെയ്തിട്ടുള്ള മെഹന്തിയാണ് അവളുടെ കൈയിൻ്റെ മൊഞ്ചെന്ന് അവനക്ക് തോന്നി. വലത് കൈ കൊണ്ട് സ്ട്രോ പിടിച്ച് ജ്യൂസ് ഒരു സിപ്പ് കുടിച്ച ശേഷം മുഖമുയർത്തിയപ്പോഴാണ് സ്ട്രോ വായിൽ വെച്ച് തൻ്റെ കയ്യിലേക്ക് കൊണ്ടിരിക്കുന്ന മഷൂദിനെ സുറുമി കണ്ടത്. ഇയാൾ ആസ്ഥാനം വായി നോക്കിയാണല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് സുറുമി സ്ട്രോ ഗ്ലാസ്സിലിട്ട് വട്ടം കറക്കിക്കൊണ്ട് അവൻ്റെ മുഖത്തോട് തന്നെ ഉറ്റുനോക്കി. പക്ഷെ ആൾ ഈ ലോകത്തൊന്നുമല്ല.
പെട്ടെന്ന് മഷൂദ് അവളുടെ മുഖത്തേക്ക് നോക്കിയപ്പോൾ തന്നെ ഉറ്റുനോക്കുന്ന സുറുമിയാണ് കണ്ടത്. ഗൗരവത്തിൻ്റെ മുഖംമൂടി അണിഞ്ഞ് സുറുമി അവനെ തന്നെ നോക്കിയപ്പം മഷൂദ് വേഗം നോട്ടം മാറ്റി. 1-2 നിമിഷത്തിന് ശേഷം അവൻ വീണ്ടും നോക്കിയപ്പോൾ അവൾ അവനെ തന്നെ ഉറ്റുനോക്കുകയാണ്. വേഗം ദൃഷ്ടി മാറ്റിയെങ്കിലും താൻ പിടിക്കപ്പെടുമെന്ന് അവനക്ക് മനസ്സിലായി. നോക്കരുതെന്ന് പറഞ്ഞിട്ടും വീണ്ടും കണ്ണുകൾ അവളെ തേടിപ്പോയി. അപ്പോഴേക്ക് അവൾ ഇമവട്ടാതെ അവനെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഷോ, അവൾ തന്നെ കൈയോടെ പിടിച്ചിരിക്കുന്നു. വല്ലാത്ത ഭാവത്തോടെയാണ് അവളുടെ നോട്ടം. ഒട്ടും ഇഷ്ടപ്പെടാത്ത പോലെ. അത്ര ഭാവമൊന്നുമല്ല. ഇഷ്ടമില്ലാത്തത് കണ്ട വായ തുറന്നില്ലെങ്കിലും നോട്ടം കൊണ്ട് അടക്കി നിർത്തും. ഭദ്രകാളി. അല്ലെങ്കിൽ ഞാൻ എന്തൊരു പൊട്ടനാ. അവളെ കണ്ടപ്പോൾ മുതൽ വേറൊന്നും ശ്രദ്ധിക്കാതെ അവളിൽ മാത്രമായിരുന്നു ശ്രദ്ധയും ചിന്തയുമല്ല. ഹനയെ സഫയ കുട്ടിയെ താൻ നോക്കുന്നത് കാണുമ്പോലും ചെന്നിട്ടില്ല. മഷൂദിൻ്റെ ഉള്ളം ചിന്തകളുടെ വേലിയേറ്റം തന്നിരുന്നു. 3-4 പ്രാവശ്യം നോക്കിയപ്പോഴും അവൾ ഇങ്ങോട്ട് തന്നെയായിരുന്നു നോക്കുന്നത്. അവൻ്റെ മുഖത്തോട്ട്. അതിൽ പിന്നെ അവൻ നോക്കിയതേയില്ല. ഗൗരവത്തോടെയാണ് അവനെ നോക്കുന്നതെങ്കിലും സുറുമിയും അവൻ്റെ ഭാവങ്ങളെല്ലാം ഒപ്പിയെടുക്കുകയായിരുന്നു. ആളൊരു ഗെറ്റപ്പ് മാനാണ്. വെട്ടിയൊതുക്കിയ മീശയും താടിയും കണ്ട പക്ക ഡീസൻറ്റ്. ഒത്ത ഹെയറും വൈറ്റ് കണ്ടാൽ ആരും ഒന്ന് നോക്കിപ്പോകുന്ന ശരീരപ്രകൃതം. നന്നേ വെളുത്തിട്ടില്ലെങ്കിലും കൊള്ളാവുന്ന നിറം. പിടിക്കപ്പെട്ടെന്ന് മനസ്സിലായപ്പം ഇങ്ങോട്ട് നോക്കുന്നതേയില്ല. അപ്പം പേടിയുണ്ട്. ആളുടെ മുഖമെല്ലാം വിളറിയിരിക്കുന്നു. വായി നോക്കുന്ന സുഖം പിടിക്കപ്പെടുമ്പോൾ ഇല്ലെന്ന് മനസ്സിലായി കാണും. വായി നോക്കി അവൾ പിറുപിറുത്തു. സ്നാക്സ് എന്നതിൻ്റെ ഇടയിലാണ് ഹന പോകുന്നതിനെ കുറിച്ച് മഷൂദിനോട് ചോദിച്ചത്. ഇത് കേട്ട് സുറുമി അവൻ്റെ മുഖത്തോട്ട് നോക്കിയപ്പം അവൻ അവളുടെ മുഖത്തോട്ട് നോക്കി. കണ്ണുകൾ കോർത്തപ്പം രണ്ടുപേരും നോട്ടം മാറ്റി. ഒരാഴ്ച കൂടെയുള്ളെന്ന് പറഞ്ഞപ്പം സുറുമി സഫിയുടെ മേലെ കാര്യം തിരക്കി. മഷൂദ് വ്യക്തമായി കണ്ടു. ഉത്തരം കിട്ടിയപ്പോൾ അവളുടെ കണ്ണുകൾ തേടിയതും അവനെ തന്നെയായിരുന്നു. അവൾ നോക്കൂ എന്നായപ്പോൾ അവന് വേഗം നോട്ടം മാറ്റി. ഭക്ഷണം കഴിച്ച് പോകാൻ വേണ്ടി അവർ എഴുന്നേറ്റപ്പോൾ മഷൂദിൻ്റെ കൂടെ സഫയും എഴുന്നേറ്റു. ഒരു കോളേജിൽ അഡ്മിഷൻ എടുക്കാമെന്ന് തീരുമാനിച്ചാണ് അവർ പിരിഞ്ഞത്. അന്ന് വീട്ടിലെത്തിയിട്ടും മഷൂദിൻ്റെ ചിന്തകൾ സുറുമിയെ ചുറ്റിപ്പറ്റി തന്നെയായിരുന്നു. അവൾ അടുത്തുണ്ടായപ്പോൾ തന്നെ വേറെ ലോകത്തായിരുന്നു എന്ന് അവനക്ക് തോന്നി. ഓർക്കുമ്പോൾ തന്നെ മനസ്സിന് വല്ലാത്തൊരു അനുഭൂതി. ഇതുവരെ അനുഭവിച്ചിട്ടില്ലാത്തൊരു സുഖം. സ്വന്തമാക്കാനും കൂടെ കൂട്ടാനും വല്ലാത്തൊരാഗ്രഹം. ചെറിയ പ്രായത്തിലൊരു കുടുംബത്തിൻ്റെ ഭാരം മുഴുവൻ തലയിലുള്ള ജീവിതം രണ്ടറ്റം കൂട്ടിയണീക്കാൻ പാടുപെടുന്നു. എന്നെ അവൾ അംഗീകരിക്കുമോ? ഒരാഴ്ച കഴിഞ്ഞാൽ എല്ലാം ഇട്ടു പോകണം. ഇനിയൊരു പക്ഷെ വരുമ്പം സുറുമിയെ കാണാൻ പറ്റുമോ? അപ്പോഴേക്കും അവളുടെ കല്യാണം കഴിയുമോ? ഹൃദയത്തിന് വല്ലാത്തൊരു ഭാരം. അവൻക്ക് ഇനി കാണുമോ ഇല്ലേ എന്ന് പ്രായത്തിൻ്റെ കുഴപ്പങ്ങളാകുന്നല്ലാതെ ഒറ്റനോട്ടത്തിൽ ഇഷ്ടമാകുമെന്നൊക്കെ തോന്നി. അറിയില്ല. കൂടുതൽ ചിന്തിച്ചുള്ള സമാധാനം കളയണ്ട. അതൊട്ടും ആഗ്രഹിക്കുന്നില്ല. എല്ലാം പടച്ചവൻ്റെ വിധി പോലെ വരും. തൻ്റെ വാരിയിൽ സൃഷ്ടിക്കപ്പെട്ട സുറുമിയാണേൽ അവളെ തനിക്ക് കിട്ടുക തന്നെ ചെയ്യും. തുടരും. അപ്പം നമുക്ക് നോക്കാമല്ലേ എന്താകുമെന്ന്. ബൈ.